എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആണ്. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒട്ടനവധി ഉപകാരപ്രദമായ വീഡിയോസ് ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെയെല്ലാം പറ്റുന്ന പോലെ ഒന്ന് കടന്നു പോവുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന്റെ ഡെഫിനിഷൻ അതിന്റെ തൊട്ട് താഴെ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് കാണാം. അതിങ്ങനെയാണ് പറയുന്നത്: എവരി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് attracts every other particle with a force that varies directly with the product of the masses and inversely with the square of the distance between them. എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം? ഈ യൂണിവേഴ്സിലെ ഓരോ പാർട്ടിക്കിളും മറ്റു പാർട്ടിക്കിളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എവരി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ. ഈ യൂണിവേഴ്സിലെ ഓരോ പാർട്ടിക്കിളും മറ്റു പാർട്ടിക്കിളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫോഴ്സ് കൊണ്ട്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആ ഫോഴ്സ് ആ രണ്ട് പാർട്ടിക്കിളിന്റെ മാസസിന്റെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും എന്നാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതിന്റെ ശരിയായ ഒരു മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ ഈ ഡയഗ്രാം ഉപയോഗിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ മാസ് m1. ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റ്, അതിന്റെ മാസ് m2. m1ഉം m2ഉം പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ പോയിന്റ്. ഇനി F12 എന്ന് m1ന്റെ മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. m1ൽ m2 ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് F12 എന്ന് പറയുന്നത്. അതുപോലെ F21 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം m2വിന്റെ മുകളിൽ. അതിന്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്നാണ് അതിന്റെ അർത്ഥം. m2വിൽ m1 ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് F21 എന്നറിയപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, F12ഉം F21ഉം ഈക്വൽ ആയിരിക്കും. അത് എഫിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റിലേഷനെ നമ്മൾ ഒരു ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ വരാം? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ ഫോഴ്സ് ദാറ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്. രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള മാസസിന്റെ പ്രോഡക്റ്റിനോട് ആ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എനിക്ക് F പ്രൊപ്പോർഷണൽ ടു m1 m2 എന്ന് എഴുതാം. അത്രയും ആ ഒരു സെന്റൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത സെന്റൻസിൽ പറയുന്നു, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിന്റെ സ്ക്വയറിനോട് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എനിക്ക് അതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു റിലേഷൻ. ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ അത് G, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ F ഈസ് ഈക്വൽ ടു G m1 m2 ബൈ r² എന്നാണ് എന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ. F ഈസ് ഈക്വൽ ടു G m1 m2 ബൈ r². അല്ല എന്നുണ്ടെങ്കിൽ F ഈസ് ഈക്വൽ ടു G m ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ m ഡിവൈഡഡ് ബൈ r². ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ പഠിക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് പതിയെ നീങ്ങാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ G. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നോക്കൂ. The uniform acceleration produced in a freely falling body due to gravitational pull of the earth is known as acceleration due to gravity. അതൊരു യൂണിഫോം ആക്സിലറേഷൻ ആണ് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത് താഴോട്ട് വലിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന യൂണിഫോം ആക്സിലറേഷൻ ആണ്
ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എർത്തിനെ, ഭൂമിയെ ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പെർഫെക്റ്റ് സ്പിയർ ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ. മാസ് ക്യാപിറ്റൽ എം എന്നെടുക്കാം, റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതുക, സ്മോൾ ലെറ്റർ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിൽ വെക്കുകയാണ്. ഇതെന്റെ എർത്ത്. ആ എർത്തിന്റെ സർഫസിലേക്ക് ഞാൻ സ്മോൾ ലെറ്റർ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. എർത്തിന്റെ മാസ് അതിന്റെ സെന്ററിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗിവൺ ബൈ the force of gravity or the weight of the body is given by W is equal to Gm capital M into small letter m divided by r square എന്ന്. ഓക്കെ, ഈ r എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ്, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് എർത്തിന്റെ മാസ്. സ്മോൾ ലെറ്റർ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ എർത്തിന്റെ സർഫസിൽ വെക്കുന്നു. അതിന്റെ മാസ് സെൻട്രൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു, അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ദ വെയിറ്റ് ഓഫ് ദ ബോഡി പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ഗിവൺ ബൈ W ഈസ് ഈക്വൽ ടു G ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ആർ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനെ നമുക്ക് mg എന്നും എഴുതാൻ പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ mg ഈസ് ഈക്വൽ ടു G ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഈ സ്മോൾ ലെറ്റർ എമ്മും ഈ സ്മോൾ ലെറ്റർ എമ്മും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് എന്തൊക്കെയാണ്? G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. G ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു, ഞാൻ എഴുതി കാണിക്കാം, 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം (⁻⁻2 എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം (⁻⁻2) എന്നുള്ളതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് വേറെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇതിന്റെ എർത്തിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ഇതാണ് എർത്തിന്റെ മാസ്, ക്യാപിറ്റൽ എം. നമുക്ക് ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാലോ, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു GR സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ G എന്ന് എഴുതാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എർത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇക്വേഷനകത്തുനിന്ന് നമ്മൾ വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടെ എർത്തിനെ ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുക എന്നുള്ളത്. സ്പിയറിന്റെ വോളിയം എന്താണ്? സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? വോളിയം ഓഫ് എ സ്പിയർ ഈസ് ഈക്വൽ ടു 4/3 πr³ എന്നാണല്ലേ. R എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ്, ഇവിടുത്തെ റേഡിയസ് ക്യാപിറ്റൽ R, 4/3 πr³ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മാസും കിട്ടി GR² ബൈ ക്യാപിറ്റൽ G എന്ന്. ഇനി എർത്തിന്റെ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ് ഡെൻസിറ്റി എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ് ഡെൻസിറ്റി എന്നതിന്റെ അർത്ഥം. അപ്പോൾ മാസ് GR² ബൈ G ആണ്. GR² ബൈ G ഡിവൈഡഡ് ബൈ 4/3 πr³.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഞാനത് ഒന്നുകൂടെ എഴുതി കാണിക്കാം. അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. ഞാൻ ഒന്നുകൂടെ അത് എഴുതി കാണിക്കാം. നമുക്ക് എന്തൊക്കെ കിട്ടി? മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? സ്മോൾ ജി ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജി എന്നതാണ് മാസ്. അതുപോലെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ ആർ ക്യൂബ് എന്നാണ്. ആർ ക്യാപിറ്റൽ. നമുക്ക് ഇതിനകത്ത് നിന്ന് പലതും ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് കിട്ടാൻ പോകുന്ന ആൻസർ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ഈസ് ഈക്വൽ ടു 3g ഡിവൈഡഡ് ബൈ 4 പൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ജി എന്നാണ് ഡെൻസിറ്റി എന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദ എർത്ത് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് 6371 കിലോമീറ്റർ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് ഇങ്ങനെ വേണം എഴുതാൻ. സ്മോൾ ലെറ്റർ എം സ്മോൾ ലെറ്റർ എസ് ആണ്. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോറി, ഇവിടെ മീറ്റർ പെർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. Gravitation constant G is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോറി, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് ദ എർത്ത് ആണ്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. G ഈസ് ഈക്വൽ ടു G M ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ എർത്ത്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് ദ എർത്ത്. അപ്പൊ എം ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജി എന്ന് വന്നു. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. ഈ കിലോമീറ്റർ നമ്മൾ മീറ്റർ ആക്കണം, അത് ശ്രദ്ധിക്കുക. യൂണിറ്റ് കൺവേർഷൻ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അതിനെ മീറ്റർ ആക്കുമ്പോൾ നമുക്ക് ഇൻറ്റു 10⁻³ എന്ന് ചെയ്യേണ്ടി വരും. അത് സ്ക്വയർ ആണ്, അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ജി എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11. ഇതാണ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനുള്ള ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം എന്നാണ്. എങ്ങനെയാണിത് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ ഒന്നുകൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒട്ടനവധി ഉപകാരപ്രദമായ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ എല്ലാം ഒന്ന് കടന്നു പോവുക. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ന്യൂ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഒട്ടും വൈകാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.